ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണങ്ങളിൽ പ്രതികരിക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കുന്നതിന് പിന്നിൽ ഒരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ഗോഡ് ഫാദർമാൻഷിപ്പ് എന്താണ് ഷാഫി പറമ്പിൽ കൈ ഒഴിഞ്ഞു എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അയാളെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതില്ല എന്ന് ഷാഫി തീരുമാനിച്ചിട്ടുണ്ട് എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ ദിവസങ്ങൾക്ക് ശേഷം ഇന്ന് ഷാഫി പറമ്പിൽ മാധ്യമങ്ങളെ കാണുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നില്ല, അദ്ദേഹം നിരപരാധിയാണെന്ന് പറയുന്നില്ല. അതേസമയം ഉയർന്ന പരാതികളെക്കുറിച്ച് അതിൻ്റെ മെറിറ്റിനെക്കുറിച്ചോ മിണ്ടുന്നില്ല. പാർട്ടി നിലപാടുകളെ ഞാൻ പിന്തുണയ്ക്കുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ ലൈൻ. പ്രത്യക്ഷത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ കുറ്റപ്പെടുത്താനോ അദ്ദേഹം MLA സ്ഥാനം രാജിവെക്കണമെന്ന് പറയാനോ ഒന്നും അദ്ദേഹം തയ്യാറാവുന്നില്ല. പാർട്ടി എടുത്തിട്ടുള്ള തീരുമാനത്തെ ഞാൻ പിന്തുണയ്ക്കുന്നു. അതേസമയം പരാതികളെക്കുറിച്ച് ചോദിക്കുമ്പോൾ രാഹുൽ നിരപരാധിയാണെന്നോ അപരാധിയാണെന്നോ ഒന്നും അദ്ദേഹം പറയാൻ നിൽക്കുന്നില്ല. അപ്പോൾ ആ ഒരു മാധ്യമങ്ങളുള്ള പ്രതികരണത്തിൻ്റെ ഒരു അനുരണനമാണോ, ഒരു റിഫ്ലക്ഷനാണോ മണിക്കൂറുകൾക്ക് ശേഷം പുറത്തു വന്ന മറ്റൊരു ഓഡിയോ സന്ദേശം? ആ ഓഡിയോ സന്ദേശത്തിൽ എനിക്ക് തോന്നുന്നത് ഒരൊറ്റ സംഭാഷണത്തിൻ്റെ പല ഭാഗങ്ങളാണ് ഈ പുറത്തു വരുന്നതെന്നാണ് ഉള്ളതാണ്. ഒരു തവണ നടത്തിയ സംഭാഷണം അതിൻ്റെ പല ഭാഗങ്ങളായിരിക്കാം. ഒരു പക്ഷേ ഇതിൻ്റെ തുടക്ക ഭാഗമായിരിക്കും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ടാവുക, അതിന് ശേഷമുള്ള ഭാഗമായിരിക്കും ആദ്യം പുറത്തു വന്നിട്ടുണ്ടാവുക, നമുക്കറിയില്ല. പക്ഷേ ഒറ്റ സ്രോതസ്സിൽ നിന്നാണ് ആ സന്ദേശം പുറത്തു വരുന്നത്. ആ സംസാരിച്ച പെൺകുട്ടി ആരാണെന്ന് ആർക്കും അറിയില്ല, ആ പെൺകുട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല, അത് ആരെക്കുറിച്ചാണ് സംസാരിക്കുന്നത് അറിയില്ല. അതുകൊണ്ട് അതിലൊരു അവ്യക്തതയുണ്ട്, ആ ശബ്ദം മാത്രമേ ഉള്ളൂ, ആരോടാണ് ഏത് കോണ്ടെക്സ്റ്റിലാണെന്നും നമുക്കറിയില്ല. പക്ഷേ ഇന്ന് പുറത്തു വന്ന സംഭാഷണത്തിൽ വരുന്ന ഒരു കാര്യം അബോർഷന് നിർബന്ധിക്കുക മാത്രമല്ല ചെയ്യുന്നത്. അബോർഷനെ നിർബന്ധിക്കുക എന്നുള്ളതിനപ്പുറം ഒരു തരത്തിലുള്ള ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് നടത്തുന്നു. ഞാൻ ഈ ടെറസിൽ നിന്ന് ചാടി ചാവുമെന്ന് പറയുന്നു. അതുപോലെ ഒരു തരത്തിലുള്ള എന്താ പറയുക, നമ്മളെന്താണ് പറയുക, എമ്പതി ഉണ്ടല്ലോ, ഒരു എമ്പതി ഇല്ലാത്ത സംസാരമാണ് രാഹുലിൻ്റെ എന്ന് തോന്നിക്കുന്ന ശബ്ദത്തിലുള്ളത്. അതായത് ആ പെൺകുട്ടി സംസാരിക്കുന്നതാണ്, ഞാൻ ഇപ്പോൾ ഗർഭിണിയാണ്, ഞാൻ ഈ കുഞ്ഞിനെ പ്രസവിച്ച് വളർത്താൻ തീരുമാനിക്കുകയാണ്. അതാണ് രാഹുലിനെ അസ്വസ്ഥനാക്കുന്നത്. രാഹുലാണെങ്കിൽ മറുവശത്തുള്ള പുരുഷനെ അസ്വസ്ഥനാക്കുന്നത്. അപ്പോൾ പറയുന്നു എന്നെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. അയാൾ സംസാരിക്കുന്നത് മൊത്തം എന്നെക്കുറിച്ചാണ്. അതായത് രണ്ടുപേർ തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട ഒരാൾ ഗർഭിണിയാവുകയും ആ ഗർഭസ്ഥ ശിശു എന്ന് പറയുന്നത് രണ്ടുപേരുടെയും ഉത്തരവാദിത്വമാണ്. അപ്പോൾ അതെന്ത് ചെയ്യണം, അത് പ്രസവിക്കണോ അതല്ല അബോർട്ട് ചെയ്യണം എന്നുള്ളൊരു തർക്കത്തിൽ ഇയാളുടെ കൺസേൺ മുഴുവൻ തന്നെക്കുറിച്ച് മാത്രമാണ്. എൻ്റെ ഭാവി എന്താവും ആ കുഞ്ഞ് ജനിച്ചു വളർന്നാൽ എന്നാണ്. അപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞു ഞാൻ വളർത്തും, തനിക്കൊരു പ്രശ്നം ഉണ്ടാവില്ല അതിൽ, എനിക്ക് കുഞ്ഞിനെ വളർത്താറ്, എനിക്ക് ഈ കുഞ്ഞിനോട് ഇമോഷണൽ കണക്ഷൻ ഉണ്ട്. ഈ സംസാരം ആ എതിർവശത്ത് നിന്ന് സംസാരിക്കുന്ന പുരുഷൻ്റെ സ്ത്രീകളോടുള്ള മനോനിലയെ വളരെ വ്യക്തമായി കാണിക്കുന്ന ഒന്നാണ്. അതിൻ്റെ ഒരു കാരണം അയാളെ സംബന്ധിച്ച് സ്ത്രീ എന്ന് പറയുന്നത് സെക്സ് ചെയ്യാനുള്ള ഒരു ഉപകരണം മാത്രമായിട്ടാണ് അയാൾ കാണുന്നത്. ഒന്ന്. രണ്ട്, അങ്ങനെ സെക്സ് ചെയ്യുമ്പോൾ ഗർഭം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് തൻ്റെ ഭാവിക്ക് വേണ്ടി, തൻ്റെ രാഷ്ട്രീയ ഭാവിക്ക് വേണ്ടി അല്ലെങ്കിൽ മറ്റേതെങ്കിലും കരിയറിന് വേണ്ടിയിട്ടോ അതിനെ അബോർട്ട് ചെയ്യണമെന്നാണ് ആ യുവതിയോട് ആ പുരുഷൻ പറയുന്നത്. ഒരു തരത്തിലും ആ ഉണ്ടായ ഭ്രൂണത്തോടോ അല്ലെങ്കിൽ ആ ഭ്രൂണത്തെ വഹിക്കുന്ന യുവതിയോടോ ഒരു തരത്തിലുള്ള ഇമോഷണൽ കണക്ഷനും ആ പുരുഷൻ്റെ സംസാരത്തിൽ നമുക്ക് മനസ്സിലാവുന്നേയില്ല. അപ്പോൾ അതൊരു മെൻറ്റാലിറ്റിയാണ്. ആ മെൻറ്റാലിറ്റി തുറന്നു കാട്ടപ്പെടുകയാണ് ഇതിൽ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ആ വീഡിയോ പുറത്തു വരാൻ തന്നെ കാരണം ഓഡിയോ പുറത്തു വരാൻ തന്നെ കാരണം ഷാഫിയുടെ പ്രതികരണമാണെന്ന് ന്യായമായി സംശയിക്കേണ്ടി വരും. ഷാഫി അങ്ങനെ പ്രതികരിക്കുന്നതിൻ്റെ കാരണം തന്നെ ഇന്ന് രാവിലെ മുതൽ കേൾക്കുന്നൊരു ടോക്ക് എന്താണ്, MLA സ്ഥാനം രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണമെന്നുള്ളതാണ്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ പണിയെടുത്ത ആൾ ഷാഫിയാണ്. കോൺഗ്രസ് നേതൃത്വത്തെ ബുള്ളറ്റ് പോയിന്റിൽ നിർത്തിയിട്ടാണ് ആ സ്ഥാനം വാങ്ങിക്കൊടുത്തത്. പലതരത്തിലുള്ള എതിർപ്പുകൾ DCCയിൽ നിന്നും മറ്റ് കോൺഗ്രസ് നേതാക്കളിൽ നിന്നും പല തരത്തിലുള്ള എതിർപ്പുകൾ ഉണ്ടായിരുന്നിട്ടും ഷാഫി പറമ്പിലിൻ്റെ നിർബന്ധം കൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന് സീറ്റ് കിട്ടിയത്. പക്ഷേ ഈ അലിഗേഷൻ പുറത്തു വന്നതിന് ശേഷം ഇതിനു മുമ്പ് പലതരത്തിലുള്ള പരാതികൾ കോൺഗ്രസ് നേതൃത്വം രാഹുലിനെ കുറിച്ചുണ്ടായിരുന്നു എന്നൊക്കെ പറയപ്പെടുന്നു. ആ പരാതികളിലൊന്നും ഇപ്പോൾ VD സതീശന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ റിനി പരാതി പറഞ്ഞിട്ടുണ്ട്. VD സതീശൻ നടപടി കൊടുത്തിട്ടില്ല. സ്വന്തം മകളെപ്പോലുള്ള പെൺകുട്ടിയാണെന്ന് പറഞ്ഞിട്ടും VD സതീശൻ രാഹുലിനെ പിന്തിരിപ്പിക്കാനോ അല്ലെങ്കിൽ അത് നടപടി സ്വീകരിക്കാനോ തയ്യാറില്ല. മാത്രമല്ല അദ്ദേഹത്തിന് യൂത്ത് കോൺഗ്രസ് പ്രസിഡൻ്റായി അതിനുശേഷം MLA-യുമായി അങ്ങനെ റിവാർഡ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ സതീശൻ ഇപ്പോൾ വളരെ ശക്തമായൊരു സ്റ്റാൻഡ് എടുക്കുന്നു. ആ സ്റ്റാൻഡിൻ്റെ കാരണം ഈ ഇരകളോടുള്ള ഐക്യദാർഢ്യമാണോ അതല്ല വരാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ പൊളിറ്റിക്കൽ പ്രോസ്പെക്ട്സിനെ കുറിച്ചുള്ള ആശങ്കയാണോ എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. അത് തീർച്ചയായിട്ടും കോൺഗ്രസിൻ്റെ ഇമേജിനെ കുറിച്ച് ഓർത്തുള്ള രോഷമാണത്, അല്ലാതെ ഈ ഇരകളാക്കപ്പെട്ട യുവതികളോടുള്ള എമ്പതിയാണെന്ന് നമുക്ക് തോന്നുന്നില്ല. അതിൻ്റെ കാരണം ഇപ്പോഴുള്ള രാഹുൽ മാങ്കൂട്ടത്തിലിന് മുന്നോട്ട് ഇപ്പോഴും അദ്ദേഹം MLA ആണ്, കോൺഗ്രസിൻ്റെ MLA ആണ്. ആ MLA മുന്നിൽ വെച്ചുകൊണ്ട് ഇനി വരുന്ന 5-6 മാസം കോൺഗ്രസ് മുന്നോട്ട് പോയാൽ വലിയ തോതിൽ, അത് പാലക്കാട് മാത്രം ഉണ്ടാകുന്ന ഡാമേജ് അല്ല, 2 വട്ടമായി അധികാരത്തിൽ നിന്ന് പുറത്തു നിൽക്കുന്ന UDF-ന് തിരിച്ച് അധികാരത്തിലെത്തിച്ചില്ലെങ്കിൽ താൻ രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്ന് പ്രഖ്യാപിച്ച ആളാണ് VD സതീശൻ.
ആ വി ഡി സതീശനെ സംബന്ധിച്ച് രാഹുൽ മാങ്കൂട്ടത്തിലിനെ മുന്നിൽ വെച്ചുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിനെ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ പോലും നേരിടാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ ആ സാഹചര്യത്തിൽ അതിശക്തമായ നടപടി, അതായത് MLA സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന് സതീശൻ വാശി പിടിക്കുന്നു. ആ വാശി പിടിക്കുന്നതോടൊപ്പം നമ്മൾ കൂട്ടി വായിക്കേണ്ട ഒന്നാണ് ഷാഫി പറമ്പിലിൻ്റെ നിലപാടും. ഷാഫി പറമ്പിൽ പറയാതെ പറയുന്നത് ഞാൻ ഇതാ കൈവിട്ടിരിക്കുന്നു രാഹുലിനെ എന്നുള്ളതാണ്. അതിന് ഷാഫിക്ക് ചിലപ്പോൾ പല കാരണങ്ങളുണ്ടാവാം. ഷാഫിയുടെ വ്യക്തിപരമായ അനിഷ്ടമായിരിക്കാം, അല്ലെങ്കിൽ രാഷ്ട്രീയമായ അനിഷ്ടം തന്നെയായിരിക്കാം. പാലക്കാട് പോലൊരു സീറ്റ് ഷാഫി പറമ്പിൽ എങ്ങനെയാണ് ഉള്ളം കയ്യിൽ വെച്ചുകൊണ്ടെന്ന് നമുക്കറിയാം. വളരെ പ്രാതികൂല്യങ്ങളുള്ളൊരു സീറ്റാണ്. ഷാഫിയെ പോലൊരു സ്ഥാനാർത്ഥിക്ക് പലതരം അഡ്വേഴ്സറികളുള്ളൊരു സീറ്റ് തുടർച്ചയായി ജയിച്ചു വന്ന സ്ഥലമാണത്. ആ സ്ഥലത്ത് നിന്ന് ഒരു എം പി ആയി ലോക്സഭാ സീറ്റിലേക്ക് മത്സരിക്കാൻ വേണ്ടി വടകരയ്ക്ക് പോകുമ്പോൾ തനിക്ക് വിശ്വാസമുള്ള ഒരാൾക്ക് ആ സീറ്റ് നേടിക്കൊടുക്കാൻ ഷാഫി എടുത്ത പണിയുണ്ട്. അവിടെയാണ് ഷാഫിക്ക് തിരിച്ചടി നേടുന്നത്. ആ ഷാഫി ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് നേരെ ഉയർന്ന ആരോപണങ്ങൾ രാഹുലിന് എതിരെ മാത്രമുള്ള പൊളിറ്റിക്കൽ തിരിച്ചടികളല്ല, അത് ഷാഫിക്കെതിരെ കൂടിയുള്ളതാണ്.